നമസ്കാരം. ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുമുള്ള വൈറ്റമിൻ ഇ സപ്ലിമെന്റാണ് എവിയോൺ 400 mg ക്യാപ്സ്യൂൾ. രോഗങ്ങളിൽ നിന്നും ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായിക്കുന്നു. ഇതിലെ പ്രധാന ഘടകമാണ് ടോക്കോഫെറൈൽ അസറ്റേറ്റ്. ഇത് വൈറ്റമിൻ ഇയുടെ ഒരു സ്റ്റേബിൾ ഫോമാണ്. ടോക്കോഫെറൈൽ അസറ്റേറ്റ് ആൽഫ ടോക്കോഫെറോളിന്റെ ഒരു ഡെറിവേറ്റീവാണ്. ഇത് അതിൻ്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ കാരണം സപ്ലിമെന്റുകളിൽ ഉപയോഗിക്കുന്നു. ശരീരത്തിൽ ഇത് ആക്റ്റീവായ ആൽഫ ടോക്കോഫെറോളായി മാറ്റുന്നു. ശരീരത്തിലെ എല്ലാ കോശങ്ങളിലും കാണപ്പെടുന്ന ഒരു ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻ ഇ. ഇത് ഞരമ്പുകളും പേശികളും നന്നായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നു. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് രോഗാണുക്കളിൽ നിന്നുള്ള അണുബാധകളെ പ്രതിരോധിക്കാൻ കഴിയുന്നു. ഇത് കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിനാണ്. വൈറ്റമിൻ ഇ കൊഴുപ്പുകളിലും എണ്ണകളിലും ലയിക്കുകയും ശരീരത്തിലെ ഫാറ്റി ടിഷ്യൂകളിൽ സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. വൈറ്റമിൻ ഇ കോശങ്ങളെ ഓക്സിഡേറ്റീവ് ഡാമേജുകളിൽ നിന്ന് സംരക്ഷിക്കുകയും രോഗപ്രതിരോധ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുകയും സ്കിന്നിൻ്റെയും കണ്ണിൻ്റെയും ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശരീരത്തിലെ ഫ്രീ റാഡിക്കൽസും ആന്റി ഓക്സിഡന്റുകളും തമ്മിലുള്ള ഇംബാലൻസ് കാരണം കോശങ്ങൾക്കും അവയവങ്ങൾക്കും ഉണ്ടാകുന്ന കേടുപാടുകളെയാണ് ഓക്സിഡേറ്റീവ് ഡാമേജ് എന്ന് പറയുന്നത്. DNA, പ്രോട്ടീനുകൾ, ലിപ്പിഡുകൾ എന്നിവയുൾപ്പെടെ വിവിധ സെല്ലുലാർ ഘടകങ്ങൾക്ക് കേടുണ്ടാക്കുന്ന അൺസ്റ്റേബിളായ തന്മാത്രകളാണ് ഫ്രീ റാഡിക്കലുകൾ. ഇത്തരം ഡാമേജ് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കും വാർദ്ധക്യത്തിനും രോഗങ്ങൾക്കും കാരണമാകും. കേടുപാടുകൾ തടയാനും ഫ്രീ റാഡിക്കലുകളെ ന്യൂട്രലൈസ് ചെയ്യാനും കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആന്റി ഓക്സിഡന്റുകൾ. ഓക്സിഡേറ്റീവ് ഡാമേജ് കുറയ്ക്കുന്നതിന് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയ പഴങ്ങൾ, പച്ചക്കറികൾ, പരിപ്പ് എന്നിവയടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും വിഷവസ്തുക്കൾ, മലിനീകരണം എന്നിവയുമായുള്ള കോണ്ടാക്ട് ഒഴിവാക്കുന്നതും സ്കിൻ സൂര്യപ്രകാശത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ആന്റി ഓക്സിഡന്റ് കൂട്ടാൻ സഹായിക്കും. ഓറഞ്ച്, നാരങ്ങ, ആപ്പിൾ തുടങ്ങിയ സിട്രസ് അടങ്ങിയ പഴങ്ങൾ, ഇലക്കറികൾ, ബ്രോക്കോളി, ക്യാരറ്റ്, ബദാം, വാൽനട്ട്, ഓട്സ്, ബാർലി, ഗ്രീൻ ടീ, ഹെർബൽ ടീ എന്നിവയിൽ ആന്റി ഓക്സിഡന്റുകൾ ധാരാളമായുണ്ട്. ഇതിലെ കണ്ടന്റായ ടോക്കോഫെറോൾ പ്രധാനമായും 4 തരത്തിലുണ്ട്. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ എന്നിവയാണവ. വൈറ്റമിൻ ഇയെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കൂട്ടം കോമ്പൗണ്ടുകളെ പൊതുവായി പറയുന്നതാണ് ടോക്കോഫെറോൾ. സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യാനും സംരക്ഷിക്കാനുമുള്ള കഴിവ് കാരണം ടോക്കോഫെറോൾ സ്കിൻ കെയർ പ്രോഡക്റ്റുകളിൽ ഉപയോഗിക്കുന്നു. പാടുകൾ, നേർത്ത വരകൾ, ചുളിവുകൾ എന്നിവ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. കൂടാതെ അൾട്രാവയലറ്റ് രശ്മികളുടെ ദോഷകരമായ എഫക്റ്റിൽ നിന്നും സ്കിന്നിനെ സംരക്ഷിക്കുന്നു. രോഗപ്രതിരോധ കോശങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും അണുബാധയെയും രോഗങ്ങളെയും കൂടുതൽ ഫലപ്രദമായി പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഹൃദയധമനികളിൽ പ്ലാക്ക് ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോളിന്റെ ഓക്സിഡേഷൻ തടയുന്നതിനാൽ ടോക്കോഫെറോൾ ഹൃദയത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നു. ഇത് ആതെറോസ്ക്ലീറോസിസിനും ഹൃദ്രോഗത്തിനുമുള്ള സാധ്യത കുറയ്ക്കുന്നു. ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നതിനാൽ ബ്ലഡ് ഫ്ലോ തടസ്സപ്പെടുന്നതിനാലാണ് ആതെറോസ്ക്ലീറോസിസ് ഉണ്ടാകുന്നത്. ധമനികളുടെ ഇന്നർ വാൾസിൽ കൊഴുപ്പ്, കൊളസ്ട്രോൾ, കാൽസ്യം, ഫോം സെൽസ്, മറ്റു വസ്തുക്കൾ എന്നിവ കൂടിച്ചേരുമ്പോഴാണ് പ്ലാക്ക് ഉണ്ടാകുന്നത്. എൻഡോതെലിയം ധമനികളുടെ അഥവാ രക്തക്കുഴലുകളുടെ ഉള്ളിലെ കോശങ്ങളുടെ ഒരു നേർത്ത പാളിയാണ്. ഇവയുടെ ആന്തരിക പാളിക്ക് കേടുപാടുകൾ സംഭവിച്ചാണ് പ്ലാക്ക് ഉണ്ടാകാൻ തുടങ്ങുന്നത്. പുകവലി, കൊളസ്ട്രോളിന്റെ ഉയർന്ന അളവ്, പ്രമേഹം തുടങ്ങിയ കാരണങ്ങളാൽ ഇത് സംഭവിക്കാം. എൻഡോതേലിയൽ തകരാറുള്ള ഭാഗത്ത് ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോളും മറ്റ് ലിപ്പിഡുകളും അടിഞ്ഞുകൂടുന്നു. അവ ധമനികളുടെ സെൽവാളിലേക്ക് കടക്കുകയും ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യുന്നു. ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം ഓക്സിഡൈസ്ഡ് LDLനോട് പ്രതികരിക്കുന്നത് വെളുത്ത രക്താണുക്കളെ അഥവാ മാക്രോഫേജുകളെ ഈ ഭാഗത്തേക്ക് അയച്ചുകൊണ്ടാണ്. ഇവ ഓക്സിഡൈസ്ഡ് LDL ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവ കൂടുതലായി ഫോം സെൽസ് ആയി മാറുകയും ചെയ്യുന്നു. ഇത് പ്ലാക്ക് ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. കൊറോണറി ആർട്ടറി പ്ലാക്ക് മൂലം ബ്ലഡ് ഫ്ലോ കുറയുന്നത് ഹൃദയാഘാതത്തിന് കാരണമാകാം. ഇത് നെഞ്ചുവേദന, ശ്വാസതടസ്സം, മറ്റ് ലക്ഷണങ്ങൾ എന്നിവയുണ്ടാക്കുന്നു. കാലുകളിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ധമനികളിലെ പ്ലാക്ക് ശാരീരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് കാലുകളിൽ വേദനയോ പേശിവലിവോ ഉണ്ടാക്കുന്ന ക്ലോഡിക്കേഷന് ഇടയാക്കുന്നു. തലച്ചോറിലേക്ക് രക്തം വിതരണം ചെയ്യുന്ന കരോട്ടിഡ് ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത്
ബ്ലഡ് സർക്കുലേഷൻ കുറയുകയോ തലച്ചോറിലേക്കുള്ള രക്തം കട്ട പിടിക്കുകയോ ചെയ്യുന്നതിനാൽ സ്ട്രോക്കിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ക്യാൻസർ, ഹൃദ്രോഗം, ന്യൂറോ ഡിസീസസ് തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ് തടയുന്നതിൽ ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻ്റ് സംരക്ഷണം പ്രധാനമാണ്. ഇതിൻ്റെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റുകൾ ശരീരത്തിലെ വീക്കം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. സന്ധിവാതം, മറ്റ് ഇൻഫ്ലമേറ്ററി ഡിസീസസ് എന്നിവയ്ക്കും ഇത് ഫലപ്രദമാണ്. ടോക്കോഫെറോൾ സപ്ലിമെൻറ്റുകൾ ഡയറ്ററി സപ്ലിമെൻ്റായി ക്യാപ്സ്യൂൾ, മൃദുവായ ജെൽ, ലിക്വിഡ് ഫോംസ് എന്നിങ്ങനെ ആൽഫ ടോക്കോഫെറോൾ രൂപത്തിലും ലഭിക്കുന്നു. മുതിർന്നവരും ഗർഭിണികളും ദിവസം 15 മില്ലിഗ്രാം വീതവും, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ 19 മില്ലിഗ്രാം എന്നിങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്. ടോക്കോഫെറോൾ അഥവാ വൈറ്റമിൻ ഇ ഒന്നിലധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു പ്രധാനപ്പെട്ട ന്യൂട്രിയൻ്റാണ്. പല ഭക്ഷണങ്ങളിൽ നിന്നും ഇത് ലഭിക്കുമെങ്കിലും ആവശ്യത്തിനുള്ള അളവ് ഉറപ്പാക്കാൻ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കാം. പക്ഷേ പാർശ്വഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അവ ശ്രദ്ധയോടെ കഴിക്കണം. ടോക്കോഫെറൈൽ അസറ്റേറ്റ് അടങ്ങിയ എവിയോൺ 400 mg ക്യാപ്സ്യൂൾ ഡോക്ടർ നിർദ്ദേശിച്ച രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതമാണെങ്കിലും ചില സൈഡ് എഫക്ട്സ് ഇതിനുണ്ട്, പ്രത്യേകിച്ച് അമിതമായ അളവിൽ ഉപയോഗിക്കുമ്പോൾ. സാധാരണ പാർശ്വഫലങ്ങളിൽ ദഹന പ്രശ്നങ്ങളായ ഓക്കാനം, വയറിളക്കം അല്ലെങ്കിൽ വയറുവേദന എന്നിവയുണ്ടാകുന്നു. ചിലരിൽ തലവേദന അനുഭവപ്പെടുന്നു. വൈറ്റമിൻ ഇയുടെ ഉയർന്ന ഡോസുകൾ ബ്ലീഡിങ്ങിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നുകൾ ഉപയോഗിക്കുന്നവരിലും ബ്ലീഡിംഗ് ഡിസോർഡേഴ്സ് ഉള്ളവരിലും. അലർജി റിയാക്ഷൻസ് ആയ റാഷസ്, ചൊറിച്ചിൽ, വീക്കം, ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയും ഉണ്ടാകുന്നു. പ്രഗ്നൻസി സ്റ്റേജിലും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴും ഇത് സുരക്ഷിതമാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും എന്തെങ്കിലും സപ്ലിമെൻറ്റ് ഉപയോഗിക്കുന്നതിന് മുൻപ് മെഡിക്കൽ അഡ്വൈസ് വേണ്ടതാണ്. വൈറ്റമിൻ ഇ വാർഫറിൻ പോലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് മെഡിസിനുകളുമായി ഇൻ്ററാക്ട് ചെയ്യുകയും ബ്ലീഡിങ്ങിനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യുന്നു. രക്തം കട്ട പിടിക്കുന്നത് തടയുന്നതിനുള്ള മെഡിസിനാണ് ആൻറ്റി കൊയാഗുലൻ്റ്. മറ്റ് സപ്ലിമെൻറ്റുകളോ മരുന്നുകളോ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയേണ്ടതാണ്. അൾട്രാവയലറ്റ് രശ്മികൾ, മലിനീകരണം, ബ്ലൂ ലൈറ്റ് തുടങ്ങിയവയുമായി കണ്ണുകൾക്ക് കോണ്ടാക്റ്റ് ഉണ്ടാകുമ്പോൾ ഇത് ദോഷകരമായ ഫ്രീ റാഡിക്കലുകളെ ഉണ്ടാക്കുന്നു. വൈറ്റമിൻ ഇ ഈ ഫ്രീ റാഡിക്കലുകളെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഇത് കണ്ണിലെ ഏറ്റവും സോഫ്റ്റായ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുന്നത് തടയുന്നു. തിമിരം അഥവാ കാറ്ററാക്ട് ഉണ്ടാക്കുന്നതിന് ഓക്സിഡേറ്റീവ് സ്ട്രെസ് പ്രധാന കാരണമാണ്. ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കി വൈറ്റമിൻ ഇ ഈ രോഗാവസ്ഥ കുറയ്ക്കാൻ സഹായിക്കുന്നു. കാഴ്ച നഷ്ടപ്പെടാൻ സഹായിക്കുന്ന ഒരു സാധാരണ നേത്രരോഗമാണ് പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡീജനറേഷൻ. വൈറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് എന്ന നിലയിൽ റെറ്റിനയുടെ മധ്യഭാഗമായ മാക്കുലയെ ഓക്സിഡേറ്റീവ് ഡാമേജിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളമായുള്ള സമീകൃത ആഹാരവും പതിവ് നേത്ര പരിശോധനകളും കണ്ണുകളുടെ ആരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന കേടുപാടുകളിൽ നിന്നും സ്കിന്നിനെ സംരക്ഷിക്കാൻ സഹായിക്കുന്നു. സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടുകയും മുറിവുണങ്ങുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു. മുടി വളർച്ച വർദ്ധിപ്പിക്കുന്നു. മുടിക്ക് തിളക്കം നൽകുകയും കേടുപാടുകൾ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. വൈറ്റമിൻ ഇ സ്പേം കൗണ്ട്, അതിൻ്റെ ചലനം, മൊത്തത്തിലുള്ള ആരോഗ്യം എന്നിവ കൂട്ടുന്നു. സ്പേം ക്വാളിറ്റി മെച്ചപ്പെടുത്തി പുരുഷന്മാരിലെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് എവിയോണിന് കഴിയുന്നു. സ്ത്രീകളിലും ആരോഗ്യകരമായ ഹോർമോണുകളുടെ അളവിനും ഓവുലേഷനും കാരണമാകുമെന്ന് കരുതുന്നു. ഇത് രാവിലെയോ രാത്രിയിലോ കഴിക്കാവുന്നതാണ്. ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത്. പ്രത്യേകിച്ച് കുറച്ച് കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണത്തോടൊപ്പം കഴിക്കുകയാണെങ്കിൽ ഇത് നന്നായി ആഗിരണം ചെയ്യപ്പെടും. കാരണം ഇത് കൊഴുപ്പ് ലയിക്കുന്ന വൈറ്റമിനാണ്. സാധാരണയായി ഇത് ദിവസത്തിൽ 1 തവണയാണ് നിർദ്ദേശിക്കാറുള്ളത്. എന്നാൽ രോഗാവസ്ഥയ്ക്കനുസരിച്ച് ഇത് വ്യത്യാസപ്പെടാം. ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിൽ പറയുന്ന സമയത്ത് കഴിക്കുക. പ്രഗ്നൻ്റ്, ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവർ എന്നിവർക്ക് വൈറ്റമിൻ ഇ ആവശ്യമാണെങ്കിലും മെഡിക്കൽ അഡ്വൈസ് തേടിയ ശേഷം മാത്രം കഴിക്കുക. മറ്റാരോഗ്യ പ്രശ്നങ്ങളുള്ളവരും മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് ഡോക്ടറോട് പറയേണ്ടതാണ്. വൈറ്റമിൻ കെയുടെ കുറവുള്ളവർ, കരൾ രോഗങ്ങളുള്ളവർ, രക്തം കട്ട പിടിക്കുന്നതിനെ ബാധിക്കുന്ന മറ്റവസ്ഥകളുള്ളവർ എവിയോൺ പതിവായി ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറുടെ ഉപദേശം തേടേണ്ടതാണ്. കരൾ കോശങ്ങളെ കേടുപാടുകളിൽ നിന്നും സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ വൈറ്റമിൻ ഇയിലുള്ളതിനാൽ ഫാറ്റി ലിവർ രോഗമുള്ളവരിൽ ഇത് ഗുണം ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മദ്യം കഴിക്കാത്തവരിൽ കരളിൽ
കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന അവസ്ഥയായ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉള്ളവരിൽ. പ്രമേഹമില്ലാത്തവരിൽ ഫാറ്റി ലിവർ കുറയ്ക്കാൻ കഴിയുമെന്നും പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നാലും ഫാറ്റി ലിവർ ഉള്ള എല്ലാവരിലും ഇത് യോജിക്കണമെന്നില്ല. അതിൻ്റെ ഉപയോഗം ഓരോരുത്തരിലുമുള്ള രോഗാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും. എപ്പോഴും വൈറ്റമിനുകളും പോഷകങ്ങളും സമീകൃത ആഹാരത്തിൽ നിന്നും ലഭിക്കുന്നതാണ് നല്ലത്. സപ്ലിമെന്റുകൾ പകരം വയ്ക്കലല്ല. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ കഴിക്കുക. ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.